തമിഴ്നാട്ടിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കാനില്ല. വിജയ് മുഖ്യമന്ത്രിയായത് മുതലുള്ള അത്ഭുതങ്ങളെല്ലാം സാധാരണ സംഭവങ്ങളാണ്. വിജയുടെ ടിവിക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് പോലും പ്രവചനമില്ലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതായി യാഥാർത്ഥ്യം. സർക്കാർ ഉണ്ടാക്കാനുള്ള ലോക്ഭവനിലേക്കുള്ള ഓട്ടവും ഭൂരിപക്ഷം തികയ്ക്കാനുള്ള തത്രപ്പാടും ആദ്യ ദിവസങ്ങളിലെ ദൃശ്യങ്ങളായിരുന്നു. 118 പേർ വേണ്ടെടുത്ത് 120 പേരായി മുഖ്യമന്ത്രി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പോഴത്തെ രണ്ടാം കടമ്പയായ നിയമസഭയിൽ വിശ്വാസം നേടലിലും വിജയിച്ചു. അതും വിചാരിച്ചതിലും കൂടുതൽ പേരുടെ പിന്തുണയോടെ. AIDMK വിമതർ ഉൾപ്പെടെ 144 പേരുടെ പിന്തുണയോടെയാണ് TVK സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചത്. SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള അണ്ണാ DMK വിമത MLA മാർ TVK സർക്കാരിനെ പിന്തുണച്ചു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, VCK, CPI, CPM പാർട്ടികൾ TVKക്ക് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഒറ്റ വോട്ടിന് വിജയിച്ച TVK സ്ഥാനാർത്ഥി ശ്രീനിവാസ സേതുപതി വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട എന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. DMK നേതാവും മുൻ മന്ത്രിയുമായ KR പെരിയകറുപ്പന്റെ ഹർജിയിലായിരുന്നു ഈ നടപടി. തനിക്ക് അനുകൂലമാകേണ്ട ഒരു പോസ്റ്റൽ വോട്ട് വെല്ലൂർ ജില്ലയിലെ തിരുപ്പത്തൂർ മണ്ഡലത്തിലേക്ക് മാറിപ്പോയി എന്നായിരുന്നു പെരിയകറുപ്പന്റെ വാദം. അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടെ 22 പേരാണ് വിശ്വാസ വോട്ടെടുപ്പിനെ എതിർത്തത്. 5 പേർ വിട്ടുനിന്നു. DMK വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. സർക്കാരിനെതിരെ കുതിരക്കച്ചവടം ആരോപണം ഉന്നയിച്ചാണ് DMK അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. AIDMK പാർട്ടിയെ പിളർത്തിയത് TVK ആണ് എന്നും പരോക്ഷമായി ആരോപിച്ചു. ഇതിനിടെ ജ്യോതിഷി രന്തൻ പണ്ഡിറ്റ് വെട്രിവേലിനെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചത് വിജയ് റദ്ദാക്കി. നിയമനം വലിയ വിവാദമായിരുന്നു. അത് ഇന്ന് നിയമസഭയിലും എത്തിയതിന് പിന്നാലെയാണ് ആ നിയമനം പിൻവലിച്ചത്. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന VCK എന്ന പാർട്ടിയുടെ എതിർപ്പാണ് പ്രധാന കാരണമായി പറയപ്പെടുന്നത്. ഒരു മതേതര സർക്കാരിൽ ഇത് അസ്വീകാര്യമാണ് എന്നും ശാസ്ത്രീയ വീക്ഷണം വളർത്തിയെടുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ് എന്നും VCK ജനറൽ സെക്രട്ടറി D രവികുമാർ അഭിപ്രായപ്പെട്ടിരുന്നു. ജ്യോതിഷിയെ പുറത്താക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷവും അസന്തുഷ്ടരായിരുന്നു. DMDK നേതാവ് പ്രേമലത വിജയകാന്തും വെട്രിവേലിന്റെ നിയമനത്തിനെതിരെ സംസാരിച്ചു. യുവാക്കൾക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം നിങ്ങളുടെ ജ്യോതിഷിയാണ് എങ്കിൽ അദ്ദേഹത്തെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമായി നിലനിർത്തുക എന്നാണ് പ്രേമലത വിജയകാന്ത് പറഞ്ഞത്. അന്തരിച്ച നടൻ വിജയകാന്തിന്റെ ഭാര്യയാണ് പ്രേമലത വിജയകാന്ത്. സിനിമയിലും വ്യക്തിജീവിതത്തിലും വിജയകാന്തുമായി വളരെ അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. വിജയിയെ സിനിമാ അഭിനയത്തിന്റെ ആദ്യകാലങ്ങളിൽ ഏറെ പിന്തുണച്ചിരുന്നത് മുതിർന്ന നടൻ കൂടിയായ വിജയകാന്തായിരുന്നു. അതിനാൽ പ്രേമലത വിജയകാന്തിന്റെ വാക്കുകൾക്ക് വിജയ് വലിയ വില കൽപ്പിച്ചുവെന്നാണ് നിഗമനം. എന്തായാലും ഭരണം തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയ കല്ലുകടി അവസാനിച്ചില്ലേ എന്ന വിജയ്ക്കും ആശ്വസിക്കാം. വിജയ് സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ശിവകാശി MLA കീർത്തനയായിരുന്നു. തമിഴ്നാട്ടിൽ വിജയ് മന്ത്രിസഭയിലെ ഏറ്റവും കുഞ്ഞിയായ S കീർത്തന. തെരഞ്ഞെടുപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നതിനാൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കാതിരുന്ന കീർത്തന സത്യപ്രതിജ്ഞയുടെ ദിവസം തന്നെ വാർത്താ താരമായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞയാണ് കീർത്തന. TVK എന്ന തമിഴക വെട്രിക്കഴകത്തിന്റെ വിജയത്തിന്റെ ബുദ്ധികേന്ദ്രം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇംഗ്ലീഷും ഹിന്ദിയും അടക്കം 5 ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, സജീവ പൊതുപ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയും ആകുന്നതിന് മുൻപ് തന്നെ സ്റ്റാലിന്റെയും മമതയുടെയും ചന്ദ്രബാബു നായിഡുവിന്റെയും അടക്കം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലെ ബുദ്ധികേന്ദ്രം. ഇതാണ് S കീർത്തന എന്ന 29കാരി. ഐപാക്, ഷോ ടൈം കൺസൾട്ടിംഗ് എന്നീ സ്ഥാപനങ്ങളിൽ കൺസൾട്ടന്റ് ആയിരുന്നു കീർത്തന. അവിടെ നിന്നാണ് TVKയിൽ അംഗത്വമെടുത്ത് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. സ്വാഭാവികമായും TVKയുടെ തെരഞ്ഞെടുപ്പ് കൺസൾട്ടന്റ് കൂടിയായി ശിവകാശിയിൽ നിന്ന് മത്സരിക്കുമ്പോഴും കീർത്തന എന്ന ചെറുപ്പക്കാരി. യുവത്വവും വിദ്യാസമ്പന്നതയും ഒന്നിക്കുന്ന ഒരു നേതൃനിരയെ ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് TVKയുടെ ഈ തന്ത്രം. ഇതുവഴി കൂടുതൽ യുവാക്കളെയും വിദ്യാസമ്പന്നരെയും പാർട്ടിയിലേക്ക് ആകർഷിക്കാമെന്ന് വിജയ് കണക്കുകൂട്ടുന്നു. വിദ്യാസമ്പന്നരായ പ്രൊഫഷണൽ നേതൃത്വത്തിനും അടിസ്ഥാന വർഗത്തിനും ഇടയ്ക്കുള്ള പാലമായി വർത്തിക്കുകയാണ് കീർത്തന ആത്യന്തികമായി ചെയ്തത്. തമിഴ് രാഷ്ട്രീയത്തിൽ തമിഴ് വെട്രിക്കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ കീർത്തനയെ മറ്റൊരർത്ഥത്തിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ കനഗോലുവിന്റെ തമിഴ് പതിപ്പെന്ന് വിശേഷിപ്പിച്ചാലും അത് അതിശയോക്തിയാകില്ല. സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുൻപ് തമിഴ്നാട് അടക്കം 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞയായി കീർത്തനയ്ക്ക് പ്രവർത്തന പരിചയമുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ. ഐപാക്കിലും ഷോ ടൈമിലും എല്ലാം ജോലി ചെയ്ത കീർത്തന സ്വാഭാവികമായും രാഷ്ട്രീയ ഉപദേശക, ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ക്യാമ്പയിൻ സ്ട്രാറ്റജിസ്റ്റ് എന്നീ റോളുകളിൽ തിളങ്ങി.
ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ ഉദ്യോഗസ്ഥർ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഭരണനിർവഹണം നടത്തുന്നു എന്നെല്ലാം കീർത്തന മനസ്സിലാക്കി. അതുവഴി യുവാക്കളെയും വിദ്യാസമ്പന്നരെയും TVKയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഡിജിറ്റൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. തമിഴും ഇംഗ്ലീഷും ഹിന്ദിയും തെലുങ്കുമടക്കം 5 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന കീർത്തനയ്ക്ക് TVKയുടെ സന്ദേശം ഇതര നാടുകളിലും എത്തിക്കാൻ അതാത് ഭാഷകളിലെ പ്രസംഗങ്ങളിലൂടെ കഴിഞ്ഞു. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനും അവിടെ പ്രാദേശിക തലത്തിൽ ആളുകളുമായി നേരിട്ട് സംവദിക്കാനും ഈ ഭാഷാ വൈദഗ്ധ്യം കീർത്തനയ്ക്ക് തുണയായിട്ടുണ്ട്. ഇവയെല്ലാം TVKയിൽ അംഗത്വമെടുത്തപ്പോഴും കീർത്തനയ്ക്ക് ഗുണം ചെയ്തു. TVKയുടെ ഡിജിറ്റൽ ക്യാമ്പയിനുകളുടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. യുവാക്കളെ സംഘടിപ്പിച്ച് ഏകോപിപ്പിച്ച് ഒന്നിച്ചണിനിരത്തി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു. അങ്ങനെ തമിഴക വെട്രികഴകത്തിന്റെ തുടക്കകാലം മുതൽ അതിന്റെ വളർച്ചയിൽ കീർത്തന നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 2024 വിജയ് TVK രൂപീകരിക്കുമ്പോൾ അതിന്റെ അണിയറയിൽ കീർത്തനയുടെ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി യുവജനങ്ങൾക്കിടയിലും സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിലും തിരശ്ശീലയ്ക്ക് പിന്നിലെ കരുത്തും തന്ത്രവും കീർത്തനയായിരുന്നുവെന്നാണ് TVKയുടെ ആദ്യകാല വളർച്ചയെക്കുറിച്ച് അടുപ്പമുള്ളവർ പറയുന്നത്. പിന്നീട് കീർത്തന മുഖ്യധാരയിലേക്ക് വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് യുവത്വത്തെയും വിദ്യാസമ്പന്നരെയും പ്രതിനിധീകരിക്കുന്ന ശക്തമായ സ്ഥാനാർത്ഥിയായി ശിവകാശി മണ്ഡലത്തിൽ കീർത്തന അവതരിപ്പിക്കപ്പെട്ടു. കീർത്തനയുടെ ഇടപെടലുകളും പ്രസംഗങ്ങളും വലിയ രീതിയിൽ ശ്രദ്ധ നേടി. ഇന്ത്യയിലുടനീളം പടക്കങ്ങൾ, തീപ്പെട്ടി, അച്ചടി വ്യവസായങ്ങൾക്ക് പേരുകേട്ട ശിവകാശിയുടെ വ്യാവസായിക സുരക്ഷ, ആരോഗ്യ സംരക്ഷണ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകളിലേക്കാണ് കീർത്തനയുടെ ക്യാമ്പയിനുകൾ വെളിച്ചം വീശിയത്. വളരെയധികം അപകട സാധ്യതയുള്ള ശിവകാശിയിലെ പടക്ക വ്യവസായ മേഖലയിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നത് എടുത്തു പറഞ്ഞ് കീർത്തന ശിവകാശിയിലെ അടിസ്ഥാന വർഗങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടി. അങ്ങനെ പതിറ്റാണ്ടുകളായി ശിവകാശിയിൽ നിലനിന്ന പുരുഷ രാഷ്ട്രീയ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 11,670 വോട്ടുകൾക്ക് കോൺഗ്രസിലെ G. അശോകനെ അടിയറവ് പറയിച്ച് കീർത്തന ശിവകാശിയുടെ MLA ആയി. ഇപ്പോൾ വിജയ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയും ഏക വനിതാ മന്ത്രിയുമായി. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പരിചയ സമ്പന്നർക്കും പ്രമുഖർക്കുമൊപ്പം കീർത്തന എന്ന താരതമ്യേന ചെറുപ്പക്കാരിയെ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ജോസഫ് വിജയ് എന്ന രാഷ്ട്രീയക്കാരന്റെ ലക്ഷണമൊത്ത പ്ലാനിംഗ് ഉണ്ട്. പാർട്ടിയുടെ ആദ്യ അധികാര ടീമിൽ തന്നെ പരിചയസമ്പന്നതയ്ക്കും യുവത്വത്തിനും സാങ്കേതിക പരിജ്ഞാനത്തിനും വിദ്യാസമ്പന്നർക്കും നൽകുന്ന സ്പേസിന്റെ വ്യക്തമായ സന്ദേശമാണ് കീർത്തന എന്ന 29-കാരിയുടെ മന്ത്രിപ്പണി. 1996 തമിഴ്നാട്ടിലെ വിരുദുനഗറിലാണ് കീർത്തനയുടെ ജനനം. ഒരു ഇടത്തരം കുടുംബത്തിലെ സാധാരണക്കാരായ അച്ഛന്റെയും അമ്മയുടെയും മകൾ. എല്ലാ ഇടത്തരം കുടുംബങ്ങളെയും പോലെ തമിഴ് മീഡിയം സർക്കാർ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് മധുര കാമരാജ് സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും 2019 പുതുച്ചേരി സർവകലാശാലയിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. സാധാരണക്കാരെ കൂടുതലായി തനിക്കൊപ്പം ചേർത്ത് നിർത്തുന്ന വിജയിയുടെ രാഷ്ട്രീയത്തിലെ മറ്റൊരു അതിശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആകും കീർത്തനയുടെ MLA പദവിയും മന്ത്രി പദവിയും.